നമുക്കിനി മൊഡ്യൂൾ 3 ലാസ്റ്റ് പാർട്ട് നോക്കാം. ലാസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞു പ്രോബ്ലംസ് ആയിരിക്കും നോക്കുന്നതെന്ന്. അപ്പം തേർഡ് മോഡ്യൂളിലെ പ്രോബ്ലം ആണ്. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് തന്നേക്കുന്നത്. A canal has irrigated area of ഇത്രയും ഹെക്ടേഴ്സ് ആൻഡ് പിന്നെ ഇത് കറസ്പോണ്ടിങ് കുറച്ച് ഹെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏരിയ തന്നിട്ടുണ്ട്. ഇത്രയും ഇറിഗേറ്റഡ് ഏരിയ അണ്ടർ എന്താണ് കാരിഫ്, റാബി ആൻഡ് ഷുഗർ കെയിൻ. ഇങ്ങനെ 3 ക്രോപ്സിന് കാരിഫ് ക്രോപ്പിന് ഇത്രയും ഏരിയ ആണുള്ളത്. അടുത്ത റാബി ക്രോപ്പിന് ഇത്രയും ഏരിയ ആണുള്ളത്. അടുത്ത ഷുഗർ കെയിന് ഇത്രയും ഏരിയ ആണുള്ളത്. ഈ ഏരിയയൊക്കെ ഹെക്ടേഴ്സിലാണ് കേട്ടോ. 3 lakh, 5 lakh, 10,000 ഇങ്ങനെ ഇത്രയും ഏരിയയിലാണ് കാരിഫ്, റാബിയും ഷുഗർ കെയിനും ഉള്ളത്. പിന്നെ ഇവിടെ ശ്രദ്ധിച്ചു, കാരിഫ് എന്ന് പറയുന്നത് ജൂലൈ ടു ഒക്ടോബർ ആണ്. അതുപോലെ റാബി എന്ന് പറയുന്നത് നവംബർ ടു മാർച്ച് ആണ്. ഷുഗർ കെയിൻ എന്ന് പറയുന്നത് നവംബർ ടു ഏപ്രിലാണ്. ഇനി if the duties at the head of the canal are respectively 1200 hectare per meter cube, 1800 hectare per meter cube, 600 hectare per meter cube, determine the discharge at the head of the canal. അപ്പം നമുക്കിപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്, ഡ്യൂട്ടിയും തന്നിട്ടുണ്ട്. ഡെൽറ്റ അല്ല, ഡ്യൂട്ടിയാണ് തന്നേക്കുന്നത്. റെസ്പെക്റ്റീവ് ഡ്യൂട്ടി തന്നു. ഇനി എൻ്റെ അടുത്ത് എന്താണ് ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. എനിക്കറിയാം എൻ്റെ ഡെൽറ്റയും ഡ്യൂട്ടിയുടെ ഒക്കെ റിലേഷൻ ഒക്കെ എനിക്കറിയാം. ഇത് വെച്ച് എനിക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ്റെ ആൻസറിൽ ഒരു ടേബിൾ വരയ്ക്കും. എല്ലാ മന്തും അങ്ങോട്ട് എഴുതും. എന്നിട്ട് ഓരോ മന്തിന് എന്നിട്ട് കാരിഫ് ക്രോപ്പ്, റാബി ക്രോപ്പ്, ഷുഗർ കെയിന് 3 കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ ക്രോപ്പിൻ്റെ അകത്ത് ഏരിയയും ഡ്യൂട്ടിയും ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് കാരിഫ് ക്രോപ്പ് വെച്ച് തുടങ്ങാം. കാരിഫ് ക്രോപ്പ് ജൂലൈ ടു ഒക്ടോബർ ആണ്. ഏരിയ എന്ന് പറയുന്നത് 5 lakh hectares ആണ്. ആൻഡ് കാരിഫ് ക്രോപ്പിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് 1800 hectare per cubic ആണ്. അപ്പം എന്താണ് ജൂലൈ ടു ഒക്ടോബർ വരെ ഏരിയ ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. ഏരിയ അതുപോലെ എഴുതി, ഡ്യൂട്ടി എന്താണ് അതേപോലെ എഴുതി. അപ്പോൾ ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്താണ് ഏരിയ ഡിവൈഡഡ് ബൈ ഡ്യൂട്ടി അല്ലേ? കാരണം എന്താണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ഏരിയ ആണ് ഡ്യൂട്ടി. അപ്പോൾ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ഡിവൈഡഡ് ബൈ ഡ്യൂട്ടി ചെയ്താൽ പോരെ. അപ്പം ഞാൻ ഏരിയ ഡിവൈഡഡ് ബൈ ഡ്യൂട്ടി ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എൻ്റെ ഡിസ്ചാർജ് കിട്ടും. അതുപോലെ ഞാൻ റാബി ക്രോപ്സിനും ചെയ്യണം. കാരിഫ് ക്രോപ്സ് 5 lakh അല്ലായിരുന്നു, ഫസ്റ്റ് വൺ തന്നെ അല്ലേ? 3 lakhും 1200 ആയിരുന്നു. എനിക്കിത് ഒന്ന് മാറിപ്പോയതാണ്, ക്ഷമിക്കണം. ഇനി അടുത്തത് റാബി ക്രോപ്പ്. റാബി ക്രോപ്പിൻ്റെ ആണ് 5 lakhും 1800 ഡ്യൂട്ടി ഉള്ളത്. എന്നത് നവംബർ ടു മാർച്ച് ആണ്. അപ്പം എന്താണ് നവംബർ തൊട്ട് 5 lakh, പിന്നെ മാർച്ച് വരെ എന്ന് പറയുമ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് അവർ ഫില്ല് ചെയ്യുക. അതിൻ്റെ കറസ്പോണ്ടിങ് ഡ്യൂട്ടി ഫില്ല് ചെയ്യുക. എന്നിട്ട് എന്താണ് ഏരിയ ഡിവൈഡഡ് ബൈ ഡ്യൂട്ടി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡിസ്ചാർജ് കിട്ടും. അതുപോലെ ആലോചിക്കുക, എൻ്റെ യൂണിറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഏരിയ ഹെക്ടേഴ്സിലും ഡിസ്ചാർജ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലും തന്നെയാണ്. കാരണം ഇത് ഹെക്ടർ പെർ മീറ്റർ ക്യൂബ് അല്ലേ? അപ്പം ഹെക്ടർ കട്ടായി പോകും. അതുപോലെ തന്നെ എന്താണ് ഷുഗർ കെയിൻ്റെയും ചെയ്യുക. ഷുഗർ കെയിൻ അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് നവംബർ ടു ഏപ്രിലാണ്. നവംബർ ടു ഏപ്രിൽ 600 hectare per meter cube ആണ്. അപ്പം എന്താണ് നവംബർ ടു ഏപ്രിൽ, നവംബർ തൊട്ട് ഏപ്രിൽ വരെ 10,000 തൊട്ട് ഏപ്രിൽ വരെ ഫില്ല് ചെയ്തു. അതുപോലെ ഡ്യൂട്ടിയും ഫില്ല് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ഡിസ്ചാർജും കിട്ടി. അപ്പം ഞാൻ ഈ ടോട്ടൽ 0 + 278 + 16.7 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എനിക്ക് 294.7 കിട്ടും അല്ലേ? അപ്പം എന്താണ് ഞാൻ ഈ ടോട്ടൽ ഡിസ്ചാർജ് ഒരു മാസം എത്ര ആവശ്യം വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് ഇതിനകത്ത് ഏറ്റവും വലിയ വാല്യൂ എടുത്തു. വലിയ വാല്യൂ എന്ന് പറയുന്നത് 294.7 cubic ആണ്. അപ്പം ഇത്രയാണ് എന്താ നമുക്ക് ഡിസ്ചാർജ് വേണ്ടത്. ഇത്രയും മിനിമം വെള്ളം എന്താണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നാലേ നമുക്ക് ഈ 3 സാധനവും ആ ഒരേ ഫീൽഡ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയും സ്റ്റോറേജ് ഉള്ള ഒരു സ്റ്റോറേജ് ഹെഡ് വർക്ക് ആയിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പം ഇതാണ് ക്വസ്റ്റ്യന് ചോദിച്ചിരുന്നത്, ഈ ടോട്ടൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കുക അല്ല, ഏരിയയും ഡ്യൂട്ടിയൊക്കെ തരും. അപ്പം അതിൽ നിന്ന് ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. ഇതുപോലെ മന്ത് വൈസ് എടുത്തിട്ട് ടോട്ടൽ ഡിസ്ചാർജ് കണ്ടുപിടിച്ചിട്ട് അതിൽ എന്താണ് ഏറ്റവും വലിയ ഡിസ്ചാർജ് വേണം എടുക്കാൻ. ഇനി അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ ഡിസ്ചാർജ് ഓഫ് എ ഡിസ്ട്രിബ്യൂട്ടറി അറ്റ് ദ ടെയിൽ എൻഡ് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. ഇവിടെയും ഡിസ്ചാർജ് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
ഇവിടെ ഇനി ഏരിയ തന്നിരിക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത് 20,000 hectares തന്നിട്ടുണ്ട്. അതിൽ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത് 70% ഓഫ് ഗ്രോസ് കമാൻഡഡ് ഏരിയ ആണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ 20,000 70% കൾട്ടിവേഷൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ലോസസ് ബിയോണ്ട് ദ ടെയിൽ എൻഡ്, ഒരു ലോസ് എന്ന് പറഞ്ഞ് ഒരു 1 ക്യുംസെക്കും തന്നിട്ടുണ്ട്. ഇനി 3 ക്രോപ്പ് ഉണ്ട്, കാരിഫ്, റാബി, ഷുഗർ കെയിൻ. കാരിഫിൻ്റെ അകത്താണ് റൈസ്, റാബിൻ്റെ അകത്ത് വീറ്റ്. അപ്പോൾ കാരിഫിൻ്റെ അകത്ത് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ 15%. ഈ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന എത്ര ഏരിയയിൽ ഈ സാധനം ഇറിഗേറ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ 70% ഓഫ് എന്താണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ ടോട്ടൽ എന്താണ് നട്ടുപിടിപ്പിച്ചേക്കുന്നത്. അതിൻ്റെ എന്താണ് 15%ലാണ് റൈസ് നട്ടേക്കുന്നതെന്നാണ് ഈ പറയുന്നത്. അത് 15%. റൈസിൻ്റെ കോർ ഡെപ്ത് 19 സെൻറ്റിമീറ്ററും കോർ പീരീഡ് 2.5 വീക്സും തന്നിട്ടുണ്ട്. അതുപോലെ റാബിയുടെ എന്താണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ 30%, കോർ ഡെപ്തും കോർ പീരീഡും തന്നു. ഷുഗർ കെയിൻ്റെയും കറസ്പോണ്ടിങ് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എനിക്ക് കണ്ടുപിടിക്കാമല്ലോ. നേരത്തെ പോലെ തന്നെ ഏരിയ ആദ്യം കണ്ടുപിടിക്കണം, അതിനുശേഷം എന്താണ് ഡ്യൂട്ടി ഞാൻ കണ്ടുപിടിക്കണം. ഈ 2 സാധനം കണ്ടുപിടിച്ച് നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഓരോന്നിൻ്റെ എടുക്കാം. കാരിഫ് ക്രോപ്പിൻ്റെ ഏരിയ. കാരിഫ് ക്രോപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ആദ്യം തന്നെ 15% ഇറിഗേറ്റഡ് ആണ്. അപ്പോൾ 0.15 ഇൻറ്റു പിന്നെന്താണ് ടോട്ടൽ ഏരിയ എത്രയാണ്? കൾച്ചറബിൾ ഏരിയ 70% ഓഫ് 20,000 അല്ലേ? ആ 17 ഈ 0.7 ഇട്ടത്. അപ്പോൾ എന്താണ് ഖാരിഫ് ക്രോപ്പിൻ്റെ ഏരിയ കിട്ടി. നമുക്ക് ആദ്യം എല്ലാത്തിൻ്റെ ഏരിയ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഖാരിഫ് ക്രോപ്പിൻ്റെ കിട്ടിയേ. അതുപോലെ റാബി ക്രോപ്പിൻ്റെ ഏരിയ ഇറിഗേറ്റഡ്. റാബിയിൽ പറഞ്ഞു ഈ 0.7 into 20,000 എത്രയാണോ കൾട്ടിവേറ്റ് ചെയ്തേക്കുന്ന ഏരിയ അതിൻ്റെ 30% ആണ് റാബി ക്രോപ്പ് എന്ന്. അതുകൊണ്ടാണ് ഇവിടെ 0.3 into 0.7 into 20,000 എന്ന് വന്നത്. 0.3 represents the 30%, ഈ 0.7 എന്ന് പറയുന്നത് 70%. അതുപോലെ ഷുഗർ കെയിൻ്റെ 10% എന്ന് പറഞ്ഞു. അപ്പോൾ 0.1 into 0.7 into 20,000 ഇതാണ് ഷുഗർ കെയിനിൻ്റെ ചെയ്തേക്കുന്ന ഏരിയ. അപ്പം 3ൻ്റെ ഏരിയ നമ്മൾ നോക്കി എങ്ങനെയാണെന്ന്. ഇനി അടുത്ത് എനിക്ക് വേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടീനെയാണ് ഇവരിവിടെ ഔട്ട്ലെറ്റ് ഡിസ്ചാർജ് എന്ന് എഴുതിയിരിക്കുന്നത്. സോറി, ഔട്ട്ലെറ്റ് ഡിസ്ചാർജ് അല്ല, ഔട്ട്ലെറ്റ് ഡിസ്ചാർജ് ഫാക്ടർ. ഡ്യൂട്ടിക്ക് ഒരു ഫോർമുല ഉണ്ട്. എന്താണത്? 8.64 into B/delta. ഇത് കോർ ഡെപ്തും കോർ പീരീഡും ആണ് തന്നേക്കുന്നത്. അപ്പോൾ 8.64 into എന്താണ് കോർ പീരീഡ് ബൈ കോർ ഡെപ്ത്. കോർ പീരീഡ് എന്ന് പറഞ്ഞാൽ 2.5 വീക്സ് എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ 2.5 into 7 അത്രയും ഡേയ്സ് നമുക്ക് ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. 8.64 ബി എന്ന് പറയുന്നത് ഡേയ്സിലും ആയിരിക്കണം, ഡെപ്ത് എന്ന് പറയുന്നത് മീറ്ററിലും ആയിരിക്കണമെന്ന്. അതാണ് അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ 2.5 വീക്സ് എന്ന് പറയുമ്പോൾ 2.5 into 7, അപ്പോൾ അത് ഡേയ്സ് ആയി. ഡിവൈഡഡ് ബൈ എന്താണ് കോർ ഡെപ്ത്. കോർ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 19 സെൻറ്റിമീറ്റർ, അതാണ് 0.19 മീറ്റർ ആയത്. ഇതിൽ നിന്ന് എന്ത് കിട്ടും? എനിക്ക് എൻ്റെ ഡ്യൂട്ടി കിട്ടും. ഏരിയ ഡിവൈഡഡ് ബൈ ഡ്യൂട്ടി ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എൻ്റെ ഖാരിഫ് ക്രോപ്പിന് വേണ്ട ഡിസ്ചാർജ് കിട്ടി. അതുപോലെ റാബി ക്രോപ്സ്. റാബി ക്രോപ്സിലും ഏരിയ ഞാൻ കണ്ടുപിടിച്ചു, ഡ്യൂട്ടി കണ്ടുപിടിക്കണം. ഇവിടുത്തെ കോർ പീരീഡ് എന്ന് പറയുന്നത് 4 വീക്സ് ആണ്, അതാണ് 4 into 7. കോർ ഡെപ്ത് എന്ന് പറയുന്നത് 13.5 സെൻറ്റിമീറ്റർ, അതാണ് 0.135 മീറ്റർ എന്നായത്. അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി? എൻ്റെ ഡിസ്ചാർജ് കിട്ടി. ഡിസ്ചാർജ് അല്ല, ഡ്യൂട്ടി കിട്ടി. ഡ്യൂട്ടി ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എനിക്ക് എൻ്റെ ഡിസ്ചാർജ് കിട്ടി. അതുപോലെ തന്നെ ഷുഗർ കെയിൻ്റെ എനിക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ ടോട്ടൽ ഡിസ്ചാർജസ് കിട്ടി. ഇനി വേറൊരു കോമഡി എന്ന് പറയുന്നത്, കോമഡി എന്നല്ല, ടോട്ടൽ എന്താണ് എനിക്ക് ഡിസ്ചാർജ് അറിയണം. മാക്സിമം ഡിസ്ചാർജ് വേണ്ടി എടുക്കാൻ നേരത്തെ പ്രോബ്ലം നമ്മൾ കണ്ടല്ലോ. നമ്മളിങ്ങനെ ഓരോ മന്തിൽ എടുത്തിട്ട്, അപ്പം ചില മന്തിൽ ഇങ്ങനെ ക്രോപ്സ് ഓവർലാപ്പ് ചെയ്ത് വരത്തില്ലേ? അപ്പം ഈ കാര്യം എപ്പോഴും ആലോചിച്ചോണം. റാബി ക്രോപ്പും ഷുഗർ കെയിനും ഉണ്ടെങ്കിൽ അത് ഓവർലാപ്പ് ചെയ്ത് വരും. കാരണം ഷുഗർ കെയിൻ ഒരു റാബി ക്രോപ്പാണ്. അപ്പം എന്താണ് ഷുഗർ കെയിൻ്റെ റാബിയുടെയും ഷുഗർ കെയിന് റാബിയും തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം ചില മാസം രണ്ടും ആ ഏരിയയിൽ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതുകൊണ്ട് അപ്പോൾ ഷുഗർ കെയിന് റാബിയും ഉള്ളപ്പോൾ ടോട്ടൽ ഡിസ്ചാർജ് എത്രയാണ് ആ മാസത്തത്? ഷുഗർ കെയിനിൻ്റെ എന്താണ് 2.34 പ്ലസ് 0.95 രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഡിസ്ചാർജിൽ നിന്ന് 3.29.
റാബി ക്രോപ്സ് കാരിഫ് ക്രോപ്പിന്റെ സീസണിൽ കൾട്ടിവേറ്റ് ചെയ്യില്ല. അപ്പൊ 2.39 എന്തായാലും 2.64 വലുതല്ലേ. അപ്പൊ നമുക്ക് ടോട്ടലി എത്ര വെള്ളമാണ് വേണ്ടത്? 2.39 ഇത്രയും മിനിമം വേണം. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലോസ് ഒരു 1 മീറ്റർ ക്യൂബ് ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ ആ ലോസ് അക്കൗണ്ട് ചെയ്യണ്ടേ? അപ്പൊ അതാണ് ഇവിടെ +1 ചെയ്തേക്കുന്നത്. ഇവിടെ +1 ചെയ്യുമ്പോൾ എനിക്ക് 4.29 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പൊ ഇത്രയും വെള്ളമാണ് എനിക്ക് മിനിമം ഞാൻ സ്റ്റോറേജ് റിക്വയർ ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ ഇതായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ സുഖമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. A canal has a cultivable commanded area of 100,000 hectares. The intensities of irrigation of kharif, rabi and sugarcane are 20%, 30% and 10%. അപ്പോൾ ടോട്ടൽ കൾച്ചറബിൾ ഏരിയ തന്നിട്ടുണ്ട്. അതിൻ്റെ എന്താണ് 20% ആണ് ഖാരിഫ് ക്രോപ്സ്, 30% ആണ് റാബി ക്രോപ്സ് ആൻഡ് 10% ആണ് ഷുഗർ കെയിൻ. ദ കൺസംപ്റ്റീവ് യൂസസ് ഓഫ് വാട്ടർ ഫോർ 3 ക്രോപ്സ് ഇസ് അണ്ടർ. അപ്പോൾ 3 ക്രോപ്സിൻ്റെയും കൺസംപ്റ്റീവ് യൂസ് ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ റൈസിന് ഓരോ മന്തിലും ജൂലൈയിൽ 21 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ ആണ് വേണ്ട, ഓഗസ്റ്റിൽ 24 സെൻറ്റിമീറ്റർ, സെപ്റ്റംബറിൽ 12 സെൻറ്റിമീറ്റർ, ഒക്ടോബറിൽ 12 സെൻറ്റിമീറ്റർ. ഇതൊക്കെ കൺസംപ്റ്റീവ് യൂസ് ഓഫ് വാട്ടർ ആണ്. അപ്പോൾ ഓരോ മന്തിൻ്റെ എന്താണ് കൺസംപ്റ്റീവ് യൂസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കുന്നത് ഡിറ്റർമൈൻ ദ ഡിസൈൻ കപ്പാസിറ്റി ഓഫ് ദ മെയിൻ കനാൽ. ഡിസൈൻ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് വേണ്ട? ഡിസ്ചാർജ്. അസ്യൂമിങ് 20% ലോസ് ഇൻ കൺവേയൻസ്. 20% ലോസ് കൺവേയൻസിൽ സംഭവിക്കാം. അപ്പോൾ എത്രയാണോ കിട്ടുന്നത് അതിന് 20% നമ്മൾ കൂടുതലെടുക്കണം. അതുപോലെ എസ്റ്റിമേറ്റ് ദ ആനുവൽ സ്റ്റോറേജ് ഇഫ് 10% ഓഫ് ദ വാട്ടർ ഇസ് ലോസ്റ്റ് ഇൻ ഇവാപ്പറേഷൻ. അപ്പോൾ ലോസസിൽ ഈ ഒരു 10% കൂടെ ഉണ്ട്. അസ്യൂം ദ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ആസ് 75%. അപ്പം ആപ്ലിക്കേഷൻ എഫിഷ്യൻസിയും തന്നു. നമുക്ക് ഈ തന്നേക്കുന്ന സാധനം ശ്രദ്ധിക്കണം, വെള്ളത്തിൻ്റെ ഡെപ്ത് അല്ല, കൺസംപ്റ്റീവ് യൂസ് ഓഫ് വാട്ടറിൻ്റെ ഡെപ്ത് ആണ്. കൺസംപ്റ്റീവ് യൂസ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പം വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എന്താണ്? ഈ കൺസംപ്റ്റീവ് യൂസ് ബൈ എന്താണ്? ഫീൽഡിൽ റിക്വയർഡ് ഇറിഗേഷൻ റിക്വയർഡ് ഉള്ള വാട്ടർ. അതാണ് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ഉണ്ട്, കൺസംപ്റ്റീവ് യൂസും ഉണ്ട്. അപ്പോൾ എനിക്ക് എത്രയാണ് ആക്ച്വലി ഫീൽഡിൽ ഇറിഗേഷന് വേണ്ടതെന്ന് എനിക്ക് കണ്ടുപിടിക്കാമല്ലോ. FIR എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡെപ്ത് ഓഫ് വാട്ടർ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? കൺസംപ്റ്റീവ് യൂസ് ബൈ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി 75% ഏൺഡ് 0.75. അപ്പം ഈ ഓരോന്നിൻ്റെയും ഡെൽറ്റ എനിക്ക് കണ്ടുപിടിക്കാമേ. ഡെൽറ്റ കണ്ടുപിടിച്ചാൽ എനിക്കറിയുന്ന ഡ്യൂട്ടി കിട്ടത്തില്ലേ? അപ്പോൾ ഡ്യൂട്ടി ഞാൻ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു കാരണം എനിക്ക് ഡ്യൂട്ടി വേണം, ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ എനിക്കറിയാം ഏരിയ ഡിവൈഡഡ് ബൈ ഡ്യൂട്ടി ചെയ്താലേ എനിക്ക് എൻ്റെ ഡിസ്ചാർജ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? 8.64 ഇൻറ്റു B ബൈ ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറയുന്നത് ഇവിടുത്തെ FIR. അപ്പോൾ ആ ഡെൽറ്റ FIR എന്ത് ചെയ്യുക? കൺസംപ്റ്റീവ് യൂസ് ബൈ 0.75. അതുപോലെ 8.64 ഇൻറ്റു B എന്ന് പറയുന്നത് എന്താണ്? ആദ്യം മന്ത്ലി ഒരു മാസത്തേക്കുള്ള കണ്ടുപിടിക്കാൻ BC, കാരണം നമ്മൾ ഓരോ മന്തിൻ്റെ അല്ലേ ബേസിസിൽ എടുക്കുന്നത്. ഇവിടെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇതൊക്കെ ഓരോ മന്ത് അല്ലേ. അപ്പോൾ B എന്ന് പറയുന്നത് 30 days അപ്ലൈ ചെയ്യുക. അപ്പോൾ 259.2 ബൈ FIR എന്ന് ഒന്ന് ഡ്യൂട്ടി. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഏരിയ ഡിവൈഡഡ് ബൈ ഡ്യൂട്ടി. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ടേബിൾ വരയ്ക്കണം, മാസങ്ങളെല്ലാം എഴുതണം, ഓരോ റൈസ്, വീറ്റ്, ഷുഗർ കെയിന്. എന്നിട്ട് എന്താണ്? റൈസിൻ്റെ ഏരിയ എത്രയാണോ അവർ തന്നേക്കുന്നത് ആ ഏരിയ എഴുതുക. ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഈ 1 lakhന്റെ 20% ആണ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 20,000. കാരിഫ് ക്രോപ്പ് എന്ന് പറയുന്നത് 30,000. റാബി ക്രോപ്പ് എന്ന് പറയുന്നത് 10,000. അങ്ങനെയല്ല ഏരിയ എഴുതി. എന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ ഡെൽറ്റ എഴുതണം. ഡെൽറ്റ എഴുതിയിട്ട് വേണം ഞാൻ ഡ്യൂട്ടി എഴുതാൻ. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? FIR ആണ്. അതെന്ന് പറഞ്ഞാൽ കൺസംപ്റ്റീവ് യൂസ് ബൈ 0.75. അപ്പോൾ റൈസിൻ്റെ കേസിൽ ഈ ഓരോ മാസവും ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ കിടക്കുന്നില്ലേ, ഈ ഓരോ ഡെപ്തും ഡിവൈഡഡ് ബൈ 0.75. 21 ഡിവൈഡ് ബൈ 0.75 ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ 28 കിട്ടുന്നത്.
അതുപോലെ 24 ഡിവൈഡ് ബൈ 0.75, 12 ഡിവൈഡ് ബൈ 0.75, 12 ഡിവൈഡ് ബൈ 0.75. അങ്ങനെ ഓരോ ഡെപ്തിനെയും എന്ത് ചെയ്യണം 0.75 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ഡെൽറ്റ, ഈ വീറ്റിന്റെ ഡെൽറ്റ, ഷുഗർ കെയിൻ ഡെൽറ്റ, എല്ലാത്തിൻ്റെയും ഡെൽറ്റ കിട്ടുന്നത്. അപ്പം എല്ലാത്തിൻ്റെ ഏരിയ എഴുതുക, ഡെൽറ്റ എഴുതുക. ഡെൽറ്റ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് എന്താണ് FIR. അപ്പം എന്താണ് അതിനുശേഷം എന്താണ് ഞാൻ ഡ്യൂട്ടി കണ്ടുപിടിക്കാം. ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കണ്ടുപിടിച്ച് വെച്ചു 259.2 ബൈ ഈ ഡെൽറ്റ ആണെന്ന്. അത് ചെയ്യണം, ഓരോ ഇതിനും ചെയ്യണം. അപ്പം ആ 259 ഡിവൈഡഡ് ബൈ ഈ ഡെൽറ്റ വാല്യൂസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എനിക്ക് എൻ്റെ ഡ്യൂട്ടി കിട്ടും. അങ്ങനെ എല്ലാ 3 ക്രോപ്പിൻ്റെ എന്ത് ചെയ്യണം, ഡ്യൂട്ടി കണ്ടുപിടിക്കണം. ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ഡിവൈഡ് ബൈ ഡ്യൂട്ടി. എനിക്ക് എല്ലാത്തിൻ്റെയും ഡിസ്ചാർജ് കിട്ടും. ടോട്ടൽ ഡിസ്ചാർജ് എഴുതുക. അതിലെ വലിയ വാല്യൂ ആണ് എൻ്റെ കനാലിൻ്റെ ഡിസൈനിന് വേണ്ട ഡിസ്ചാർജ്. കനാലിൻ്റെ ഡിസൈൻ അല്ല, എത്രയാണോ മിനിമം ഞാൻ അവിടെ കൊടുക്കേണ്ട ഡിസ്ചാർജ്. എനിക്ക് കിട്ടി എൻ്റെ മാക്സിമം മന്ത്ലി ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ 24.69 ആണെന്ന്. അപ്പം ഡിസൈൻ കപ്പാസിറ്റി ഓഫ് ദ മെയിൻ കനാൽ എന്ന് പറഞ്ഞാൽ ഇതേ ഡിവൈഡഡ് ബൈ 0.8 അല്ലേ, ബിക്കോസ് 20% ലോസിൽ പോവും. അപ്പം അത്രയും കൂടുതലും കൂടെ എനിക്ക് വേണം. അപ്പം ആ രീതിയിൽ ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് 30.86 കിട്ടും. 20% കൺവെയൻസ് ലോസിൽ പോയി, ബാക്കി 30% വെള്ളം എന്താണ് മിനിമം എൻ്റെ ഫീൽഡിൻ്റെ അവിടെ എത്തണം. ഇത് കനാലിലുള്ള സ്റ്റോറേജ് ആണ്. അതുപോലെ എന്ത് ചെയ്യുക, എനിക്കിനി ഓരോന്നിൻ്റെയും എത്ര സ്റ്റോറേജ് ഓരോ പ്ലാന്റിന് വേണമെന്നും കിട്ടും അല്ലേ. അതെങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഡെപ്ത് എടുക്കുക. ഇതെല്ലാം ഡെൽറ്റ അല്ലേ, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡെപ്ത് അല്ലേ. അപ്പോൾ ഈ ടോട്ടൽ ഡെപ്ത് എടുക്കുക 92 സെൻറ്റിമീറ്റർ. ഈ 92 സെൻറ്റിമീറ്ററിൻ്റെ അർത്ഥം എന്താ, എനിക്ക് എൻ്റെ റൈസ് ഈ 4 മാസം കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ട ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ ആണ് ഈ 92 സെൻറ്റിമീറ്റർ. അതുപോലെ ഇവിടുത്തെ 48 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ വീറ്റ് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാനുള്ള ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ. 84 എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിനിൻ്റെത്. ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ സം ചെയ്ത് ടോട്ടൽ ഒരു വർഷം എത്ര വെള്ളം വേണം എന്നുള്ളതാണ് ടോട്ടൽ ഡിസ്ചാർജ്. അപ്പം എനിക്ക് ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ പറയാം ടോട്ടൽ എത്ര ഡെപ്ത്, ഇത് ഡിസ്ചാർജ് ആണ്, ഇവിടെയൊക്കെ ഡെപ്ത് ഇത്ര ഡെപ്ത് ഓഫ് വാട്ടർ വേണമെന്നും അറിയാം. അപ്പം എന്താണ് ഞാൻ അതിൻ്റെ ഏരിയ കൊണ്ട് ആ ഡെപ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, അതിൻ്റെ വോളിയം കിട്ടത്തില്ലേ, എത്ര വോളിയം ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഹെക്ടർ മീറ്റർ ഏരിയ ഇൻറ്റു എൻ്റെ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, എനിക്ക് എത്ര വോളിയം ഓഫ് ഓരോന്നിനും വേണ്ട സ്റ്റോറേജ് കിട്ടും. അതിൽ നിന്ന് എനിക്ക് ടോട്ടൽ സ്റ്റോറേജ് കണ്ടുപിടിക്കാം. ആൻഡ് ലോസസ് എത്രയാണ് ടോട്ടൽ, 20% കൺവെയൻസ് ലോസ് എന്നും ക്വസ്റ്റനിൽ പറഞ്ഞു. അതുപോലെ 10% എക്സ്ട്രാ വേറൊരു ലോസ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ടോട്ടൽ ലോസ് എന്താണ് 30%. അപ്പോൾ ഇത്രയും എനിക്ക് ആവശ്യമുള്ള വെള്ളം അതിൽ 30% ലോസ് ആയി പോകും. അപ്പോൾ ഞാൻ ഒരു 30% ആഡ് ചെയ്യണമല്ലോ, എക്സ്ട്രാ വെള്ളം അതിൽ വെച്ചേക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡിവൈഡ് ബൈ 0.7 ചെയ്തത്. കാരണം 70% ആണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് എന്തൊരു ഡിവൈഡ് ബൈ 0.7 ചെയ്തു. അപ്പം എനിക്ക് എന്ത് കിട്ടി, ടോട്ടൽ ലൈഫ് സ്റ്റോറേജ് കിട്ടി. ആൻഡ് ഇതേ ഡിവൈഡഡ് ബൈ, സോറി അതൊന്നും ഡിവൈഡ് ചെയ്യണ്ട, ഇതാണ് നമ്മുടെ ടോട്ടൽ ലൈഫ് സ്റ്റോറേജ്. ഇതാണ് എൻ്റെ കനാലിൽ വേണ്ടതെങ്കിൽ ഇതാണ് എനിക്ക് അല്ലാതെ എൻ്റെ ഫുൾ ഞാൻ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കേണ്ട എമൗണ്ട് ആണ് ഇത്രയും. അതുപോലെ മന്ത്ലി ഡിസ്ചാർജ്, മീൻ മന്ത്ലി ഡിസ്ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്, ടോട്ടൽ വേണ്ട ഡിസ്ചാർജ് ഒരു ഇയറിൽ ടോട്ടൽ വേണ്ടത് 158.96 ആണ്. അപ്പം അത് ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ, ഇത് ത്രൂ ഔട്ട് ദി ഇയർ ആണ്, ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എനിക്കെന്നെ മീൻ മന്ത്ലി ഡിസ്ചാർജ് കിട്ടും. മാക്സിമം മന്ത്ലി ഡിസ്ചാർജ്, മാക്സിമം എന്ന് പറഞ്ഞാൽ 24.69 നമ്മൾ പഠിച്ചു. നമുക്ക് ഇത്രയാണ് മിനിമം കനാലിൽ വേണ്ടത് അല്ലേ, അതിനുവേണ്ടി നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. മാക്സിമം മന്ത്ലി ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ 24.69. അപ്പോൾ കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഈ മീൻ മന്ത്ലി ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ മാക്സിമം മന്ത്ലി ഡിസ്ചാർജ് ആണ്. ഇതാണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനും പറഞ്ഞത്, ഓരോന്നിൻ്റെ കപ്പാസിറ്റിയും പിന്നെ കപ്പാസിറ്റി ഫാക്ടറും. അപ്പം എന്താണ് ഇത്ര നമ്മൾ കണ്ടുപിടിച്ചു. ഐ ഹോപ്പ് ഈ ഒരു ഡിവൈഡ് ബൈ 0.7 ഡിവൈഡ് ബൈ 0.8 പോർഷൻ മനസ്സിലായിന്ന്. അത്രയും ലോസസ് വരുന്നുണ്ട്. സോ ബാക്കിയുള്ള അത്രയും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസൈൻ കപ്പാസിറ്റി കിട്ടുന്നത്. അല്ല എങ്കിൽ ഇതിൽ എന്താണ് മര്യാദയ്ക്ക് ഇതിൻ്റെ 80% നമ്മൾ ആഡ് ചെയ്ത് 10% ലോസ് കണ്ടുപിടിച്ച് അത് ഇതിൽ ആഡ് ചെയ്താലും മതി. എങ്ങനെ ചെയ്താലും ഈ സെയിം ആൻസർ തന്നെ കിട്ടും. ഇവിടെയും 30% ലോസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 30% കണ്ടുപിടിച്ച് അത് ഇത് വാല്യൂൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴും ഈ സെയിം വാല്യൂ തന്നെ വരും. അത് ഒരു അഡീഷനൊക്കെ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് ആയതുകൊണ്ടാണ് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്താലും നമുക്ക് സെയിം വാല്യൂ തന്നെ കിട്ടും. വേണമെങ്കിൽ ഒന്നും ചെയ്ത് നോക്കാമല്ലോ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ. അപ്പം ഇങ്ങനത്തെ ഒരു ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ മോഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ പോകുന്നത്.